ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ഗുണ്ടാ വിളയാട്ടം തന്നെയാണ്. ജാസ്മിനെ റസ്മിൻ കൈകാര്യം ചെയ്തത് ശരിയായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും കൈകാര്യം ചെയ്തത് ശരിയായോ എന്ന് പറയുമ്പോൾ ആ കൈകാര്യം ചെയ്തതിന്റെ ഈ ആക്കം കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ കുറച്ചും കൂടിയും സ്ട്രോങ് ആയി, അതല്ല കേട്ടോ, അതൊക്കെ ഞാൻ പറയാം. അതുപോലെ റസ്മിനെ ഷോയിൽ നിന്ന് പുറത്താക്കും. പിന്നെ നമ്മുടെ അൻസിബോ ഇപ്പൊ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അൻസിബോട് എല്ലാവർക്കും കലിപ്പാണ് കേട്ടോ കമന്റ് ബോക്സിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമന്റ്സുകൾ വളരെ വേണ്ടപ്പെട്ടതാണ്. കുഞ്ഞൊരു ലൈക്കൊക്കെ ഇട്ട് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നലെ എന്താണ് ബിഗ് ബോസിൽ നടന്നത്? നമുക്കറിയാം, 2 ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പറയാം ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർ നമുക്ക് ഗസ്റ്റുകളായിട്ടാണ് ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. അവർ വന്നതിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടലും ചീറ്റലും, ഞാൻ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് ഗെയിമിന് ഒരു വ്യത്യാസം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ വന്നു, ആ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് അടികളൊക്കെ പൊട്ടി തുടങ്ങുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയൊരു മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്നലെ റസ്മിന്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടി. കാര്യം ചില സിറ്റുവേഷനിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നന്നായേനെ, കുറച്ചും കൂടി ബെറ്റർ ആയി ഗെയിം കളിച്ചേനേന്ന്. പക്ഷെ ഇന്നലെ റസ്മിൻ ജാസ്മിനെ ചെയ്തത്, അതിനോട് ഞാൻ സൈഡ് എടുക്കില്ല. കാരണം അത് ശരിയായില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും കിട്ടിയപ്പോ ജാസ്മിൻ ഒന്ന് കിട്ടി എന്ന് തോന്നിയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ജാസ്മിനെ റസ്മിൻ തല്ലിയത് ശരിയായില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്കറിയാം, അതൊരു ടാസ്കിനിടയിൽ ജാസ്മിന് ഗസ്റ്റ് കൊടുത്ത ഒരു ഓർഡറാണ്, നിങ്ങൾ പോയി എല്ലാ ആളുകളെയും, എസ്പെഷ്യലി കിച്ചണിലൊക്കെ നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ലിവിംഗ് റൂമിൽ ഇരുത്തണം എന്ന് പറഞ്ഞത്. കാരണം ജാസ്മിന്റെ എന്റർടൈൻമെന്റ് പരിപാടികൾ തുടങ്ങാൻ പോകുകയായിരുന്നു. സോ ജാസ്മിൻ പോയി മൾട്ടിപ്പിൾ ടൈംസ് അവരോട് ആവശ്യപ്പെടുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് ജാസ്മിനെ ഒരു കൈൻഡ് ഓഫ് പുച്ഛിക്കുന്നത് പോലെ തന്നെയാണ്. അൻസിബ് ഉണ്ടായിരുന്നു, നോറ ഉണ്ടായിരുന്നു, റസ്മിനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ജാസ്മിനെ മാക്സിമം പുച്ഛിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ജാസ്മിൻ ആ ഗെയിമർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് അവരോട് പലവട്ടം ആവശ്യപ്പെടുന്നു. പക്ഷെ ആ വിവരം ഗസ്റ്റിനെ അറിയിച്ചിട്ടും ഗസ്റ്റ് വീണ്ടും പറയുവാണ്, നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ റോബോട്ട് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് ജാസ്മിൻ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റവ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയും, അല്ല ഓഫ് ചെയ്തു തന്നെ വിചാരിച്ചോ. പിന്നീട് അത് റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിൽ എത്തുകയും ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ എടുത്തുന്നു. കൺഫ്യൂഷൻ, അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ട കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. ഈ പരിപാടി ഇങ്ങനെ വിവരിച്ച് പറയാൻ വേണ്ടി വന്നിരിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇതിൽ പറയാനുള്ളത്, ബിഗ് ബോസ് അകത്തേക്ക് വിളിക്കുന്നു, ജാസ്മിനോട് ചോദിക്കുന്നു കംപ്ലൈന്റ് ഉണ്ടോന്ന്. എന്താ ബിഗ് ബോസ്, ഈ ഒരു സംഭവം, ഈ ഒരു സിനാരിയോ ജിൻഡോയെ ജാസ്മിൻ തല്ലിപ്പോ നമ്മൾ ആരും കണ്ടില്ലായിരുന്നു. ഒരു ജാസ്മിനെയും ഒരു ജിൻഡോയെയും കൺഫെഷൻ റൂമിൽ വിളിക്കുകയോ ജിൻഡോക്ക് ജാസ്മിൻ തല്ലിയതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതൊന്നും നമ്മൾ കേട്ടില്ല. പക്ഷെ ഇന്നലെ ബിഗ് ബോസ് അണ്ണനെ അങ്ങോട്ട് വേദനിച്ചു. പിന്നെ നമ്മൾ ആ എത്രമാത്രം സിവിയർ ആയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അവിടെ നടന്നതെന്ന് ബിഗ് ബോസ് ഒരിക്കലും പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല. അത് മേ ബി മുമ്പ് നടന്ന പ്രോബ്ലംസും പുറത്തുണ്ടായ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ബിഗ് ബോസ് അത് നമ്മൾ കാണിക്കാത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഉറപ്പാണ് ജാസ്മിന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബിഗ് ബോസ് കാണിക്കും. കാരണം ജാസ്മിന് മാക്സിമം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അത് കാണിക്കുക തന്നെ ചെയ്യും. ഈ സഹതാപ തരംഗ വോട്ടുകളൊക്കെ മേടിക്കാൻ വേണ്ടി കാണിക്കും. പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ മിക്കവാറും എല്ലാ കണ്ടസ്റ്റന്റും അവിടെ ഉണ്ടായിരുന്നു. ആ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ മുമ്പേ വെച്ച് ജാസ്മിൻ തല്ലിയപ്പോൾ നമ്മൾ ഒരു ബിഗ് ബോസ് വിളിക്കണ കണ്ടില്ല അല്ലെ. വീക്കെൻഡിലാണെങ്കിൽ പോലും ലാലേട്ടൻ ജിൻഡോ ജാസ്മിൻ തല്ലിയില്ലേ എന്ന് കളിയാക്കണ പോലെ ചോദിക്കുന്നത് നമ്മൾ കേട്ടത്. പക്ഷെ നിങ്ങൾ ഈ വീക്കെൻഡിൽ നോക്കിക്കോ, റസ്മിനെ ലാലേട്ടൻ വറുത്ത് പൊരിക്കോ കോരോന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം സിബിന് അങ്ങനെ സംഭവിച്ചാലും ചിലപ്പോൾ വറുത്ത് പൊരിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ലാലേട്ടൻ അത് ചോദിക്കും. റസ്മിനെ പണിഷ്മെന്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റസ്മിനെ പുറത്തേക്കൊന്നും വിടില്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഒരിക്കലും പുറത്ത് വിടാൻ പോകുന്നില്ല. കാരണം പുറത്ത് വിട്ട എഗെയിൻ ബിഗ് ബോസിന് ഇഷ്ടംപോലെ തെറി പുറത്തുനിന്ന് കേൾക്കും. കാരണം ഒരു വിഷയത്തിൽ തന്നെ പല നീതികളാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ആ ഉടായ്പ പരിപാടി തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ജിൻഡോനെ തല്ലിപ്പോ ഒന്ന് ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ബിഗ് ബോസ് ചാടിക്കേറി ജാസ്മിന്റെ കാര്യത്തിൽ ഇത്രയും ഇനീഷ്യേഷൻ എടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ബിഗ് ബോസ് എല്ലാ സമയത്തും ഈ ഉടായ്പ പരിപാടികൾ തന്നെയാണ്. പിന്നെ തംബ്നെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ജാസ്മിൻ ചേച്ചി പറഞ്ഞ കാര്യം ആരും മറക്കരുത്. നമ്മുടെ ഗബ്രിയണ്ണം പുറത്തു പോയ സമയത്ത് ജാസ്മിൻ ചേച്ചി പറഞ്ഞായിരുന്നു, സീക്രട്ട് റൂമിലായിരിക്കും അവൻ, ഈ ആഴ്ച വരും, അവൻ വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ആ ഒരു വിശേഷമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ജാസ്മിൻ ചേച്ചിയുടെ സ്നേഹം എത്രയുണ്ടെന്ന് നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച്. അതുപോലെ തന്നെ റസ്മിൻ, നമുക്കറിയാം അധികം വൈകാണ്ട് ഈ പവർ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പുറത്ത് നന്നായി പെട്ടെന്ന് തന്നെ പുറത്താക്കപ്പെടാനുള്ള ഒരു വ്യക്തിയാണ്. അടിയുടെ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വയ്ക്കുക. ഒരു ചെറിയ അടി അത്ര ഉണ്ടായിട്ടുള്ളൂ. ജാസ്മിന് എല്ലും പല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരും കരയൊന്നും വേണ്ട. ഇന്നലെ ഈ ഒരു ചെറിയ അടി കിട്ടിയപ്പോഴേക്കും നമ്മൾ ഈ കമന്റ് ബോക്സുകളൊക്കെ കാണണം. എവിടെ നിന്നാണാവോ ജാസൈറ്റിയുടെ ഇത്രയും ഫേവറേറ്റ് ആളുകളൊക്കെ ഓടിക്കൂടി ഒരു പ്രത്യേക തരം നമ്മളില്ലേ ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോ ജാസ്മിൻ അത്യാവശ്യം ഗെയിം കളിച്ച് തുടങ്ങി എന്ന് തോന്നുന്നു, അല്ല വേറെ പരിപാടികളൊന്നും ഇല്ലാത്തരം ഇടയ്ക്ക് കുറെ കോമഡികളും കരച്ചിലുകളും ഒക്കെ ഉണ്ടെങ്കിലും ഗെയിം കളിക്കുന്നുണ്ട്. നന്നായി ഗെയിം കളിച്ച് മുന്നോട്ട് പോകട്ടെ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് ആരും കമന്റ് ബോക്സിലേക്ക് ഒന്നും വരണ്ട. ഇനി അൻസിബയുടെ കാര്യം പറയാം. കുറേ ഇത്ര നാളും പറയാം അൻസിബ മിണ്ടത്തില്ല, അൻസിബ ഗെയിമിൽ ആക്റ്റീവ് അല്ല, അൻസിബ ഒതുങ്ങിയിരിക്കുവാണ്, അൻസിബ കട്ടിലിരുന്ന് കുറ്റം പറയുന്നുള്ളൂ. ഇപ്പൊ കളത്തിലിറങ്ങി അൻസിബ കളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അൻസിബയ്ക്കില്ലാത്ത കുറ്റമില്ല. എനിക്ക് തോന്നുന്നു ലോകം കണ്ടതിൽ ഏറ്റവും വലിയ കുറ്റക്കാരി അൻസിബയാണ്. അൻസിബ അവിടെ പരദൂഷണം പറയുന്നു, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പരദൂഷണമാണെങ്കിലും മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന പരദൂഷണമല്ല കേട്ടോ. ഗെയിമിന്റെ ഭാഗമായി പല സ്ട്രാറ്റജീസും പല ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അൻസിബ ഒരിക്കലും മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത ഭാഷയില്, കാരണം ഇന്നലെ നമ്മുടെ ജാസ്മി ചേച്ചിയൊക്കെ ദേഷ്യം വന്നപ്പോ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, കൊട്ടിയ വിഷമാണ്, മാരക വിഷമാണ് എന്നൊക്കെ ഒരു വ്യക്തിയെ പരസ്യമായി പറയാൻ ഇപ്പൊ നോറയ്ക്കോ അല്ലെങ്കിൽ അൻസിബയ്ക്കോ റസ്മിനെ പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ റസ്മിനെ കൊണ്ട് ഇതുപോലെ ജാസ്മിനെതിരെ ആഞ്ഞടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം, അത് അവരുടെ കഴിവ്. അതിന് ഒരാളും കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അൻസിബ അവിടെ കിടന്ന് കുറ്റം പറഞ്ഞോട്ടെ. അൻസിബ കുറ്റം പറഞ്ഞാലും മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷയിലേ പറയാറുള്ളൂ, ഒരു തെറിയും പറയാറില്ല. നമുക്കറിയാം ജാസ്മിൻ ഇന്നലെ അവിടെ പറഞ്ഞ ഭാഷ എന്ത് ഭാഷയായിരുന്നു, എന്ത് വൃത്തികെട്ട രീതിയിലായിരുന്നു. അത് പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് കേട്ട് അയ്യോ ഇതെന്ത് ഇങ്ങനെ എന്ന് തോന്നുന്ന ഭാഷ നമുക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അൻസിബയെ കുറ്റം പറയാൻ നടക്കുന്ന ആളുകൾ, ഇപ്പൊ അൻസിബ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഈ ഗെയിമിൽ പുറത്തേക്ക് വരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷെ ഇതായിരിക്കും അവരുടെ സ്ട്രാറ്റജി. ഈ ജാസ്മിനിട്ട് അലക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു പക്ഷെ അലക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ലായിരിക്കാം. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മുടെ ജിൻഡോ ബ്രോ കുറച്ച് നമുക്ക് അയ്യോ ഇയാൾ എന്തിങ്ങനെ സംസാരിച്ചേന്ന് ചിന്തിച്ച ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും സൂപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ ജിൻഡോ തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും എങ്ങനെ കളിക്കണം, ഞാൻ എങ്ങനെ കളിച്ചാലാണ് ഇവിടെ വർക്കാവുക, അതൊക്കെ ആലോചിച്ച് ഇപ്പൊ നോക്കൂ, ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ ജിൻഡോനെ കുറിച്ച് എന്തൊരു നല്ല അഭിപ്രായമാണ്. കാരണം ജിൻഡോ നന്നായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബുദ്ധിമതിയായ ശ്വേത മേനോൻ നമ്മുടെ വജ്രമല്ലേ ആ പരിപാടി സൂക്ഷിക്കാൻ വേണ്ടി ജിൻഡോയെ ഏൽപ്പിക്കുന്നത്. കാരണം എങ്ങനെയൊക്കെ ആണെങ്കിലും ജിൻഡോ അത്രയ്ക്കും ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ പേരിൽ ഉറപ്പായിട്ടും അത് അടിച്ചു മാറ്റാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് ശ്വേത മേനോൻ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ആ താക്കോലെടുത്ത് നമ്മുടെ ജിൻഡോയോട് പറയുന്നത്. അപ്പോൾ ജിൻഡോ എനിവേ എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ ഗെയിം കൊണ്ടുവന്നാലും ജിൻഡോ എപ്പോഴും കോൺഷ്യസ് ആണ് താൻ എങ്ങനെയാണ് തന്റെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോഴും ഏറ്റവും അടിപൊളിയായി കളിക്കുന്ന ഏറ്റവും സൂപ്പർ ഗെയിമർ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ് എല്ലാവരും രേഖപ്പെടുത്തുക. പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.